സെൻറ്റാങ്കിൾ പാറ്റേൺ സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ടൈം ഇല്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് പണ്ട് എപ്പോഴോ ഈ ഡ്രോയിങ്ങും റൈറ്റിങ്ങും ഒക്കെ ഞാൻ നിർത്തിയായിരുന്നു. അന്ന് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇൻക്ലൂഡിങ് ഈ ആർട്ടടക്കം ഞാനിപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ നമ്മൾ തന്നെ ടൈം കണ്ടെത്തണമല്ലോ. ലൈഫിൽ നമ്മൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ശീലിച്ച് വരാൻ നോക്കുകയാണെങ്കിൽ അതിലൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ഈ കൺസിസ്റ്റൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. നാളെ തൊട്ട് ഞാൻ ജിമ്മിൽ പോവും, വെയിറ്റ് ലോസ് ചെയ്യും, ഫിറ്റായിട്ട് നോക്കും, എൻ്റെ ബോഡിയൊക്കെ ഞാൻ കെയർ ചെയ്യും എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ കൺസിസ്റ്റൻസി അവിടെ നഷ്ടമാവും. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും കഴിയത്തില്ല. ഇതുപോലുള്ളൊരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഓരോ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കും. ഇന്നെന്തായാലും വെള്ളിയാഴ്ച ആയില്ലേ, ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് ജിമ്മിൽ പോവാം എന്നങ്ങ് വിചാരിച്ച് നമ്മളിതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. ഇതുപോലെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പകരം ലാസ്റ്റ് നമ്മൾ എവിടെയാണോ നിർത്തിയത് അതിന് ശേഷമുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോവുക. റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒന്നേന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങേണ്ടി വരില്ലേ. പറഞ്ഞ് കാട് കയറി പോകുന്നില്ല. നമുക്ക് പാറ്റേൺ വരയ്ക്കാം. ആസ് യൂഷ്വൽ ഡ്രോയിങ് ഷീറ്റിലോ വൈറ്റ് പേപ്പറിലോ ബോർഡേഴ്സ് വരച്ചെടുക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ ലൈൻസ് വരച്ചെടുക്കണം. എന്നിട്ട് ഈ ലൈൻസിനെ കണക്ട് ചെയ്യുന്നത് പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും ഒരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയാൽ ഏകദേശം ഇതുപോലെ ആയിരിക്കും കാണാൻ. ബ്ലാക്ക് മാർക്കറോ അല്ലെങ്കിൽ പെന്നോ യൂസ് ചെയ്തിട്ട് ഈ ചെറിയ ചതുരങ്ങളെ ഏകദേശം ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി ഈ റെക്റ്റാങ്കിളിനുള്ളിലെല്ലാം ചെറിയ ലൈൻസ് വരച്ച് ഫില്ല് ചെയ്യാം. അപ്പം നമുക്കൊരു ഇല്യൂഷൻ ആർട്ടായിട്ട് കിട്ടും. ഫൈനൽ ലുക്ക് ഇതുപോലെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു പാറ്റേൺ വരയ്ക്കാം.